സംസ്ഥാനത്ത് ഇതുവരെ 205 മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രാഥമിക വിവരമനുസരിച്ച് നിലവിൽ 205 മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. 191 പേരെ കാണാതായി, 90 പേർ ചികിത്സയിലുണ്ട്. 82 ക്യാമ്പുകളിലായി 8017 പേരാണുള്ളത്. ഇതിൽ 19 പേർ ഗർഭിണികളാണ്. 1592 പേരെ രക്ഷിച്ചു. ഒപ്പം 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായാണ് ഈ 8017 പേരുമുള്ളത്. കുടുങ്ങിക്കിടക്കുന്ന 1386 പേരെ രക്ഷിക്കാനായെന്നും ഒപ്പം തന്നെ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ഒരുക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഇതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്താൻ കൂടുതൽ ഫോറൻസിക് സംഘങ്ങളെ പ്രദേശത്ത് നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ ടേബിളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ ലഭിച്ച ഒട്ടനവധി പേരുണ്ട്. ഇവരുടെ തിരിച്ചറിയാൻ ജനിതക സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമവും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. KSEBിക്ക് ഈ പ്രദേശത്ത് 3 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. ഇന്ന് ഈ ഒറ്റപ്പെട്ടുപോയ പ്രദേശങ്ങളിലേക്ക് മുണ്ടക്കൈ അതുപോലെ അട്ടമല ഭാഗങ്ങളിലേക്ക് സൈന്യത്തിന് പോകാൻ മാത്രമല്ല കൂടുതൽ യന്ത്രസാമഗ്രികളൊക്കെ അവിടേക്ക് എത്തിക്കാനായി ഒരു ബെയിലി പാലം സൈന്യം നിർമ്മിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണതോതിലായിരുന്നില്ല. പക്ഷേ നാളെ ഈ നിർമ്മാണം പൂർണ്ണതോതിലാകുമെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചു. ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ, മറ്റ് വിവാദങ്ങളൊന്നും ഈ ഒരു ദുരന്തമുഖത്ത് വേണ്ട എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു. നിഖിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഈ ദൗത്യം ആരംഭിച്ച് മണിക്കൂറുകൾ, 2ാം ദിനം മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോൾ 5 മണിയിലേക്ക് എത്തുകയാണ്. ഈ സമയത്ത് രക്ഷാദൗത്യം ഏത് ഘട്ടത്തിലാണ് അവിടെ? സേതുലക്ഷ്മി, ഇപ്പോൾ ഏതായാലും നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പോലീസിന്റെ അകമ്പടിയോടുകൂടി നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസുകൾ, ആദ്യത്തെ 10 ആംബുലൻസുകൾ അല്പസമയം മുൻപാണ് മേപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്ര പരിസരത്തേക്ക് എത്തിയത്. ഇപ്പോൾ അതിൽ നിന്ന് മൃതദേഹങ്ങൾ ഓരോന്നായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ജനക്കൂട്ടം കാണാം. കാരണം ഈ ദുരന്തത്തിൽ കാണാതായവർ, ഒരു വിവരവും ഈ 2ാം ദിവസവും ഇല്ലാത്തവർ, അവരെ എല്ലാം തേടി അവരുടെ ബന്ധുക്കൾ വിവിധ ഇടങ്ങളിൽ അലഞ്ഞ് തളർന്നിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് അവരിപ്പോൾ ഈ അവസാന പ്രതീക്ഷ എന്ന നിലയിൽ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി വലിയ ആൾക്കൂട്ടമായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആംബുലൻസുകളിൽ എത്തിച്ചിരിക്കുന്ന മൃതദേഹം ഇപ്പോൾ ഈ സ്കൂളിലെ ഹാളിലേക്ക് മാറ്റുകയാണ്. ഈ ഹാളിലേക്ക് മാറ്റിയതിനു ശേഷം ബന്ധുക്കൾ ഈ ഓരോ മൃതദേഹങ്ങളും നോക്കി ഇതിൽ തങ്ങളുടെ ബന്ധപ്പെട്ടവർ, തങ്ങൾക്ക് അറിയുന്നവർ, തങ്ങളുടെ ബന്ധുക്കൾ ഒക്കെ ഉണ്ടോ, തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന് അറിയുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് ആംബുലൻസുകളിൽ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമെന്ന് രാവിലെ മുതൽ പറഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ മുതൽ തന്നെ ഈ വലിയ ആൾക്കൂട്ടം ഈ സ്കൂൾ പരിസരത്തും ഈ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനായി പ്രത്യേകം സജ്ജമാക്കിയ ഹാളിന് സമീപത്തുമൊക്കെ തടിച്ചു കൂടിയിരുന്നു. ഈ ആംബുലൻസുകളിലെ ആദ്യത്തെ സെറ്റ്, അതായത് ആദ്യ 10 ആംബുലൻസുകളാണ് പോലീസ് എസ്കോർട്ടോടുകൂടി നിലമ്പൂരിൽ നിന്ന് ഇവിടേക്ക് എത്തിയത്. ആ ആംബുലൻസുകൾ എത്തുമ്പോൾ ആംബുലൻസുകൾക്ക് പിറകെ ഓടിയ ആളുകൾ ഇവിടേക്ക് വരുന്ന ഒരു കാഴ്ചയായിരുന്നു. അവർ അത്രത്തോളം കാത്തിരിക്കുന്നു. ഈ 2ാം ദിവസവും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒരു വിവരവുമില്ല. ഇനി അവസാന പ്രതീക്ഷ എന്ന നിലയിൽ ഈ എത്തിച്ചിരിക്കുന്ന മൃതദേഹങ്ങളിലെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്നറിയാനുള്ള, അത് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. അത്തരത്തിൽ വലിയ ഒരു തിരക്കിലേക്കും കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ 10 മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ ആകെ 39ഓളം മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് കരുതുന്നത്. മൃതദേഹങ്ങൾ മാത്രമല്ല, ശരീരഭാഗങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അതെത്രത്തോളം എന്ന് വീണ്ടും വ്യക്തമാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ മേപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്ര പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രത്തോളം ആളുകൾ ഇപ്പോഴും സ്വന്തം ബന്ധുക്കളെ, സ്വന്തക്കാരെ, മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ ഒക്കെ തേടി കാത്തിരിക്കുന്നു. അത് അവർ ജീവനില്ലാതെ എങ്കിലും അവസാനമായി കാണാനാകും എന്ന ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പോൾ ആളുകളെല്ലാം ഇവിടേക്ക് എത്തുന്നത്. ഓരോ ആംബുലൻസുകളിലായി എത്തിച്ച മൃതദേഹങ്ങൾ ഇപ്പോൾ ആളിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 10 ആംബുലൻസുകളിലെ മൃതദേഹങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 4 ആംബുലൻസുകളിലെ മൃതദേഹങ്ങൾ ഹാളിലേക്ക് മാറ്റി. ഈ 10 മാറ്റുന്നതോടുകൂടി അടുത്ത 10 ആംബുലൻസുകൾ കൂടി ഇങ്ങോട്ട് പ്രവേശിക്കും. ഇങ്ങനെ 39ഓളം ആംബുലൻസുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന്
പോലീസിന്റെ പ്രത്യേക അകമ്പടിയോടുകൂടി തന്നെ റോഡ് കൃത്യമായി ക്ലിയർ ചെയ്ത് തന്നെയാണ് ഈ ആംബുലൻസുകൾ ഇവിടേക്ക് എത്തിച്ചത്. കാരണം ഇത്രത്തോളം ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി. അതിനിപ്പോൾ ഈ മൃതദേഹങ്ങൾ ഇവിടേക്ക് മാറ്റുമ്പോൾ പോലും ആളുകൾ അക്ഷമരായി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അവർ ഇനി തിരയാനൊരു ഇടമില്ല. അവരുടെ അവസാനത്തെ പ്രതീക്ഷ എന്ന നിലയിൽ തന്നെയാണ് അവർ ഇതിനെ കാണുന്നത്. അത്തരത്തിലാണ് അവർ ഈ മൃതദേഹങ്ങൾ വരുന്നതിനായി രാവിലെ മുതൽ കാത്തിരുന്നത്. ഇപ്പോഴേതായാലും മൃതദേഹങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് 39 മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ശരി നിഖിൽ, നിലമ്പൂരിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുള്ള മൃതദേഹങ്ങളാണ് മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. അവിടെ വലിയ ജനക്കൂട്ടമുണ്ട്. കാണാതായ 200-ലധികം പേരുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇതിലുണ്ടോ എന്നറിയാനുള്ള, അവരെ ജീവനില്ലാതെ ആണെങ്കിൽ കൂടി അവരുണ്ടല്ലോ, അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളാണ് നമ്മളീ കാണുന്നത്. നിലമ്പൂരിൽ നിന്നും അവിടെ ചാലിയാർ വഴി ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ നിലമ്പൂരിലെത്തി അവിടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിന് ശേഷമാണ് മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഈ മൃതദേഹങ്ങൾ മാറ്റിയത്.